അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖം തന്നെയാണ്. അൽഹംദുലില്ലാ എന്നുള്ള കമൻ്റൊക്കെ വളരെ ചുരുങ്ങിയ കുട്ടികൾ മാത്രം കമൻ്റ് ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിക്കുക. നമ്മൾ അൽഹംദുലില്ലാ ഒരു പ്രയാസവും ഇല്ലാതെ റാഹത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിൽ നിന്ന് നമുക്കുണ്ട് അല്ലേ? ചെറിയ ചെറിയ പ്രയാസങ്ങൾ ചിലർക്കുണ്ടെങ്കിൽ പോലും വലിയ വലിയ പ്രയാസങ്ങൾ സഹിക്കുന്ന എത്ര കുട്ടികളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ സംരക്ഷിച്ചില്ലേ? അല്ലാഹുവിനെ സ്തുതിക്കണ്ടേ? അൽഹംദുലില്ലാ എന്ന് പറയണം നിരന്തരം. സുഖല്ലേന്ന് ചോദിച്ച ഉടനെ അൽഹംദുലില്ലാ അതൊക്കെ ഓർത്ത് അൽഹംദുലില്ലാ അല്ലാഹുവിനെ സ്തുതിക്കണം. അതാണ് നല്ല കുട്ടികളുടെ സ്വഭാവം. നിങ്ങൾ നല്ല കുട്ടികളല്ലേ? മാഷാ അല്ലാ, ബാലവേദി കുട്ടികളല്ലേ? എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നല്ല കുട്ടികളായിരിക്കും. കള്ളം പറയാത്ത കുട്ടികളാണ്, കൃത്യമായി നമസ്കരിക്കുന്ന കുട്ടികളാണ്, ഉമ്മാനുപ്പാൻ അനുസരിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ എനിക്കറിയാം. പിന്നെ ഇതല്ലാതെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എന്നുള്ളത് നിങ്ങൾ കമൻ്റായി എഴുതുക. ഇൻഷാ അല്ലാ ദ കീ ടു ജന്നയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനത്തെ സമ്മാനത്തിന് എല്ലാവരും ഒരുക്കല്ലേ? അവസാനം ഒരു അടിപൊളി സമ്മാനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിയിട്ടില്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ അതിനു വേണ്ടി അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് കിട്ടണമെങ്കിൽ നിരന്തരം നമ്മുടെ വീഡിയോസൊക്കെ കാണണം. എങ്കിൽ മാത്രമേ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണത് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വിശ്വാസത്തോടെ കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ആരാണ് അങ്ങേറ്റത്തെ വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിക്കുന്നത്, അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്കറിയോ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നുള്ളത്? ഇല്ല. അത് റമളാനിലെ അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ദിവസമാണ്, ഏതെങ്കിലും ഒരു രാത്രിയാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പം എന്ത് ചെയ്യുക? റമളാനിലെ അവസാനത്തെ 10 നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ അവസാനത്തെ ഈ 10 എല്ലാ ദിവസവും എല്ലാ രാത്രിയും നന്മകൾ ഒരുപാട് ചെയ്യുക, കൃത്യമായി നിന്ന് നമസ്കരിക്കുക. അതിനല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഹിഫ്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൊച്ചു കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും ഇന്ന് നോമ്പെടുത്തിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് എത്ര നോമ്പെടുത്ത്, എത്ര നോമ്പ് ഒഴിവാക്കി? എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ടാകുക. അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സൂറത്തുൽ മുൽക്കിലെ 22 ആയത്തുകളും എടുത്തു കഴിഞ്ഞു അല്ലേ? നമുക്ക് എടുക്കാനുള്ള ഏതാണ്? 23, 24. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അപ്പം എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. മാഷാ, നല്ല കുട്ടികളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ രീതിയിലേക്ക് പോവാം. 23, 24 ആയത്തുകൾ എല്ലാവരും ഒന്ന് എടുത്ത് വെച്ചോളി. നമുക്ക് കേട്ട് രണ്ടാം വട്ടം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓതേണ്ടതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. قل هو الذي ذرأكم في الأرض وإليه تحشرون.
قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون. ഇൻഷാല്ലാ നമുക്കിനി എന്താക്കാം, എല്ലാവർക്കും ഒന്ന് ഓതി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് കൂടെ ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. قل هو الذي أنشأكم وجعل لكم قل هو الذي أنشأكم وجعل لكم السمع. قل هو الذي أنشأكم وجعل لكم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة 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 أفئدة أفئدة وجعل لكم السمع والأبصار والأفئدة وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قليلا ما تشكرون قليلا ما تشكرون قليلا ما تشكرون قل هو الذي أنشأكم وجعل لكم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قليلا ما تشكرون قل هو الذي ذرأكم في الأرض 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 وإليه تحشرون وإليه تحشرون وإليه تحشرون وإليه تحشرون. മാഷാ അല്ലാ. അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും ഓതിയിട്ടുണ്ടാവും, നല്ല കുട്ടികളാണ്. അപ്പം ഇൻഷാ അല്ലാ നമുക്കിത് കേട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത് എന്താക്കുക, വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ട് ഇതിപ്പോൾ തന്നെ പഠിക്കുക, പിന്നത്തേക്ക് മാറ്റി വെക്കാണ്ട് ഇപ്പം തന്നെ പഠിക്കുക. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. നബിയെ പറയുക, നിങ്ങളെ ഉണ്ടാക്കുകയും നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവനത്രേ അവൻ. നിന്നെക്കുറിച്ച് നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. അപ്പം എന്താണ് ഇവിടെ നബിയോട് പറയാണ്, അവരോട് ആൾക്കാരോട് പറയാൻ പറയണത്, അവരെ സൃഷ്ടിക്കുകയും അവർക്ക് കേൾവി കാഴ്ച ഹൃദയമെല്ലാം നൽകിയ ആരാണ്? അള്ളാഹുവാണ്. അപ്പം നമ്മളെന്താക്കണം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനെ സ്തുതിക്കണം, അള്ളാഹിനെ എന്താക്കണം, അള്ളാഹ്ക്ക് വേണ്ടി നന്ദി ചെയ്യണം. അപ്പം വെറുതെ അതൊന്നും ഇതില്ലാണ്ട് നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും നോക്കാതെ ഒരു അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാതെ നടക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. قل هو الذي ذرأكم في الأرض وإليه تحشرون. നിങ്ങളെ ഭൂമിയിൽ പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവനത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. എന്താണ്? അള്ളാഹ് ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ച്, അള്ളാഹാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അടുത്തേക്കാണ് പോവുക, അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം
നമ്മൾ അള്ളാഹുവിനെ അള്ളാഹു നമ്മളിവിടെ സൃഷ്ടിക്കുകയും നമ്മൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്ന ഒരു ഓർമ്മ നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ എന്താക്കൂല, നന്മകളൊന്നും ചെയ്യൂല, തിന്മകളിൽ മുഴുകിപ്പോവും. നമ്മൾ എന്താക്കണം, അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഓർമ്മ അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ പോകണ്ട, അള്ളാഹാണ് നമുക്ക് പ്രതിഫലം തരണ്ടേ. അപ്പം എന്താക്കണം, നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, നോമ്പെടുക്കുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഇൻഷാ അള്ളാഹ് നമുക്ക് 23, 24 ആയത്തുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്താക്കുക, അത് പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വരിക ഇൻഷാ അള്ളാഹ്. മാഷാ അല്ലാ, മനോഹരമായി നമുക്ക് ഹിഫ്ള് പഠിപ്പിച്ചു തന്നു അല്ലേ. ഓക്കെ, ഹിഫ്ളാക്കിയവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാ. എങ്കിൽ നമുക്ക് റമദാൻ ഡെയിലി സ്ട്രീക്കിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് മുറ്റത്തൊരു ചെടി നടുക എന്നുള്ളതാണ്. അപ്പോൾ ചില കുട്ടികളൊക്കെ രാത്രി ആയിരിക്കും കാണുന്നത്. അപ്പോൾ രാത്രി പോയി മുറ്റത്ത് ചെടിയൊന്നും നടാൻ നിൽക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അമ്മാനോട് പറയാം ഇങ്ങനെ ചെടി നടാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. റമദാൻ ഡെയിലി സ്ട്രീക്കിൽ അങ്ങനെയുള്ളത്. അപ്പോൾ എനിക്ക് പരലോകത്തും കൂലി വേണം, ഇഹലോകത്ത് ഈ റമദാൻ അതിൻ്റെ നമ്മളെ ഡെയിലി വർക്കിൽ പോയിൻ്റ് ഇടണം. അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയും അമ്മാനോട്. അപ്പം അമ്മ പറയും ഓക്കെ, ഉപ്പാനോടും പറയാം. അപ്പോൾ ഒരു പറയും ഓക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ രാവിലെ തന്നെ ചെയ്യാം, എല്ലാം റെഡിയാക്കി തരാമെന്നൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് ഓർക്കും സന്തോഷമാവും, എൻ്റെ കുട്ടി ഇത്ര നല്ല കുട്ടിയോ എന്നൊക്കെ അവർക്കും തോന്നും. അങ്ങനെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ ചെടിയുടെ ചിത്രം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, ചില കുട്ടികൾ, ഒരു കുട്ടി ഇങ്ങനെ ചെടിയുടെ ചിത്രം വരച്ചതാണ്, ഫാൻ്റെ ചിത്രം പോലെ ആയത്. പക്ഷെ എന്നാലും പ്രശ്നമല്ല, നിങ്ങൾ കഴിയുന്ന രീതിയിൽ. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിൽ കഴിവുണ്ടാവില്ല, ചില കുട്ടികൾ ചിത്രം വരക്കാൻ, മനോഹരമായ ചിത്രം വരക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാകും. ഈ കഴിവില്ലാത്ത കുട്ടികൾ വേറെ പലതിലും, ചിത്രം വരക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ വേറെ പലതിലും കഴിവുള്ള കുട്ടികളായിരിക്കാം. അപ്പോൾ പലർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് ഉള്ളത് അല്ലേ. ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് കഴിയും വിധം നിങ്ങൾ ഏറ്റവും സുന്ദരമായി തന്നെ നിങ്ങൾ നട്ട ആ ചെടിയുടെ ചിത്രം വരക്കുക. ഇൻഷാ അല്ലാഹ് പോയിൻ്റ് രേഖപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.